അടിവാതിൽ തുറന്നു വന്നിരിക്കുക കടവാവല്. രസികൻ സിനിമയിൽ ഈ സംഭാഷണം പറയുമ്പോൾ മെലിഞ്ഞ ഒരു കൊച്ചുകുട്ടി നടന്നു വരികയാണ്. മസിലും ശ്വാസവും പിടിച്ചു വെച്ചാണ് ആ പയ്യന്റെ നടത്തം. പിന്നീട് അങ്ങോട്ട് ആ കൊച്ചുകുട്ടി പറയുന്നത് ആളുകളെ ഇരുത്തിച്ചിരിപ്പിക്കുന്ന തമാശകളാണ്. ഉള്ളീന്ന് വരട്ടെ എന്ന് മാമൻ ചോദിക്കുന്നുണ്ടല്ലോ, ഉള്ളിലേക്ക് വല്ലതും പോയോന്ന് ചോദിച്ചാ എന്ന ഒറ്റ ഡയലോഗ് കൊണ്ട് ആ കൊച്ചുകുട്ടി പിന്നെയും ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കുകയാണ്. പ്രായഭേദമന്യേ തലമുറ ഭേദമന്യേ ആളുകളെ പൊട്ടിച്ചിരിപ്പിച്ച രംഗമായിരുന്നു രസികൻ സിനിമയിലേത്. ആവേശം അത്രത്തോളം മികച്ചതാക്കിയ ഹരിമുരളിയുടെ അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാടക സിനിമാ നടൻ പയ്യന്നൂർ മുരളിയുടെ മകനാണ് ഹരിമുരളി. 4.5 വയസ്സുള്ളപ്പോൾ ടെലിവിഷൻ സീരിയലിലൂടെയാണ് ഹരിമുരളി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. രസികനാണ് ആദ്യ സിനിമ. പിന്നീട് അണ്ണൻ തമ്പി, മാടമ്പി തുടങ്ങിയ സിനിമകളിലൂടെ വീണ്ടും ക്യാമറയ്ക്ക് മുൻപിൽ. അണ്ണൻ തമ്പിയിൽ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച കുട്ടികൾക്ക് പിന്നിലും ഹരിമുരളിയെ കാണാം. യാദൃശ്ചികമായാണ് ഹരിമുരളി സീരിയലിലേക്ക് എത്തുന്നത്. അച്ഛന്റെ സുഹൃത്തായിരുന്നു സീരിയലിന്റെ തിരക്കഥ എഴുതിയിരുന്നത്. ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന ഒറ്റ ഡയലോഗ് മാത്രമായിരുന്നു സീരിയലിൽ ഉണ്ടായിരുന്നത്. അഭിനയ രംഗത്തേക്കുള്ള ഹരിമുരളിയുടെ എൻട്രി അങ്ങനെയാണ്. സാക്ഷാൽ ലാൽ ജോസിൽ നിന്ന് തന്നെയാണ് ഹരിമുരളിക്ക് രസികനിലേക്കുള്ള വിളി വരുന്നത്. പിന്നീട് അങ്ങോട്ട് ഹരിമുരളിയുടെ തലവര മാറുകയായിരുന്നു. എവിടെ പോയാലും ആളുകൾ ഹരിമുരളിയെ തിരിച്ചറിയുമായിരുന്നു. സിനിമയിൽ അഭിനയിച്ച ആളായിരുന്നതുകൊണ്ട് ചെറുപ്പത്തിൽ കൂട്ടുകാർ കളിക്കാനൊന്നും കൂട്ടില്ലായിരുന്നുവെന്ന് ഹരിമുരളി ഒരു അഭിമുഖത്തിൽ ഓർമ്മിക്കുന്നുണ്ട്. പഠിത്തത്തിനു വേണ്ടിയാണ് ഹരിമുരളി സിനിമയിൽ നിന്ന് വിട്ടുനിന്നത്. ഒരു അടിത്തറ വേണമെന്നതിനാലാണ് അത്തരത്തിൽ തീരുമാനമെടുത്തതെന്ന് ഹരിമുരളി ഓർമ്മിക്കുന്നുണ്ട്. സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത ശേഷം എഴുത്തായിരുന്നു ഹരിമുരളിയുടെ പാഷൻ. അഭിനയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയായിരുന്നു ഹരിമുരളിയുടെ ആഗ്രഹം. ആളുകൾ തന്നെ മറന്നു പോകരുത് എന്ന് ഹരിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇടയ്ക്ക് അമർ അക്ബർ അന്തോണി എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തു. മമ്മൂക്കയായിരുന്നു എന്നും ഹരിമുരളിയുടെ ഇൻസ്പിറേഷൻ. അണ്ണൻ തമ്പി എന്ന സിനിമയിൽ ആദ്യ ഷോട്ട് തന്നെ ഹരിമുരളിയുടേതാണ്. എനിക്കും മുൻപേ നിന്നെയാണ് കാണിക്കുന്നതെന്നും നിന്റെ തലവര മാറുമെന്നും മമ്മൂക്ക പറഞ്ഞിരുന്നുവെന്നും ഹരിമുരളി പറയുന്നു. ഒരുപിടി ആഗ്രഹങ്ങൾ ബാക്കിയാക്കി ആ കൊച്ചു കലാകാരൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്.